നോമ്പു തുറന്നേരം മതം നോക്കാതെ അയൽക്കാരനും വിളമ്പുന്ന, പെരുന്നാൾ ദിനം മതിലിനപ്പുറത്തേക്ക് ചോറ്റുപാത്രത്തിൽ പത്തിരിയും ബീഫും കൈമാറുന്ന മലയാളിക്ക് മുന്നിലേക്കാണ് കേരളത്തിൽ ഒരു ഇതര മതത്തിൽപ്പെട്ട സ്ത്രീയെ കെട്ടിയിട്ട് കൂട്ടം കൂടി നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു എന്ന കേരള സ്റ്റോറി നരേറ്റീവ് എത്തുന്നത്. ഭക്ഷണത്തിൽ പോലും വർഗീയതയുടെ വിഷം വിളമ്പുന്ന ക്രൂരത അത്യന്തം വേദനാജനകവും ആശങ്കയുണ്ടാക്കുന്നതുമായ ഒന്ന്. ലവ് ജിഹാദ്, റോമിയോ ജിഹാദ്, ഘർ വാപ്പസി എന്നീ പേരുകളിൽ കേരളത്തിൽ വിവാഹങ്ങളിലൂടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് ഹൈക്കോടതിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയതിന്റെ മേൽ ചവിട്ടിക്കയറി നിന്നാണ് ഇവരിത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കഥ മാത്രമല്ല, സത്യമില്ലാതാവുന്നില്ല, ചില കഥകൾ അവസാനിക്കുന്നില്ല, ഇത്തവണ അത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകും, ഇത്തവണ കൂടുതൽ മുറിവേൽപ്പിക്കും എന്ന്. വിവാദ ചിത്രം ദി കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമായ ഗോസ് ബിയോണ്ടിന്റെ അനൗൺസ്മെന്റ് വീഡിയോ പങ്കുവച്ച് നിർമ്മാതാക്കൾ ഇത് പറഞ്ഞപ്പോൾ മറുത്തൊന്നും നമ്മളും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ യുദ്ധം അത് ഏതറ്റം വരെയും പോകാമെന്നതിന്റെ സൂചനയാണ് ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന ട്രെയിലർ. ഒരു ജനാധിപത്യ ഫെഡറൽ സ്റ്റേറ്റായ കേരളത്തോട് കടുത്ത ആഭ്യന്തര യുദ്ധ പ്രഖ്യാപനം നടത്തുക തന്നെയാണ് കേരള സ്റ്റോറി സീരീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഗീയത അത് എത്ര തന്നെ കേരളത്തിനു മേൽ പ്രയോഗിച്ചാലും ഏൽക്കാതെ പോകുന്ന ഒന്നാണെന്ന തിരിച്ചറിവിലായിരിക്കാം കുറച്ച് കൂടുതൽ പണിയെടുത്തേക്കാമെന്ന് സംഘപരിവാർ ശക്തികൾ ഇവിടെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഈ നോമ്പുകാലത്ത് ഒരു മലയാളിയും ക്ഷണം ലഭിച്ച ഇഫ്താർ വിരുന്നുകൾ റദ്ദാക്കില്ലല്ലോ എന്ന് സമാധാനിക്കുമ്പോഴും സെൻസർ ബോർഡും കൂട്ടുനിന്നുള്ള കേന്ദ്രം അവാർഡ് കൊടുത്തു വളർത്തുന്ന ഈ പ്രൊപ്പഗാൻഡ കേരളത്തിന്റെ ബഹുസ്വര സംസ്കാരത്തെയും മതസൗഹാർദ്ദ അന്തരീക്ഷത്തെയും മുറിപ്പെടുത്തുന്നതാണ്. കേരളത്തിൽ നടക്കുന്ന ഇന്റർ റിലീജിയസ് വിവാഹങ്ങളെല്ലാം ജിഹാദി വിവാഹങ്ങളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന പ്രൊപ്പഗാൻഡ പല രൂപത്തിൽ പല തീവ്രതയിൽ വീണ്ടും വീണ്ടും പറഞ്ഞു വെക്കുകയാണ്. ചരിത്രം പോലും തിരുത്തി എഴുതപ്പെടുന്ന കാലത്ത് പല ആവർത്തി പറഞ്ഞാൽ അസത്യം സത്യമായേക്കാം. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗോസ് ബിയോണ്ട് ദി കേരള സ്റ്റോറി ഒരുക്കിയതെന്ന അവകാശവാദത്തോടെ വന്ന ടീസറിനു പിന്നാലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ട്രെയിലറും വർഗീയത നിറഞ്ഞ രംഗങ്ങളും സംഭാഷണങ്ങളും കൊണ്ട് സമ്പന്നമാണ്. കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി രാജ്യത്തിനകത്തും പുറത്തും ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നതാണ് ദി കേരള സ്റ്റോറിയുടെ പ്രമേയം. നിർബന്ധിത മതപരിവർത്തനം നടത്തി, അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിച്ച്, നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ച്, ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരാക്കി, കേരളത്തിലെ ന്യൂനപക്ഷം ഒരു വിഭാഗം ഇസ്ലാം ഇതര മതത്തിൽപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന വ്യാജമാണ് കേരള സ്റ്റോറി മുന്നോട്ട് വെക്കുന്നത്. 2023 മെയ് 5 തിയേറ്ററുകളിലെത്തിയ ആദ്യ ഭാഗം ആഗോള ബോക്സ് ഓഫീസിൽ നേടിയത് 300 കോടിക്ക് മേലെയാണ്. എമ്പുരാൻ സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനങ്ങൾ നടന്നു. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം, ജാനകി വേഴ്സസ് ദി സ്റ്റേറ്റ് ഓഫ് കേരള എന്നീ ചിത്രങ്ങളുടെ പേരുകളിൽ മേലും ഹാല് പോലുള്ള ചിത്രങ്ങളുടെ ഉള്ളടക്കത്തിലും സെൻസർ ബോർഡ് ഇടപെട്ടു. ഇതൊക്കെ നടന്ന കാലത്ത് ഒരു സംസ്ഥാനത്തിന് നേരെയുള്ള കൂട്ടം കൂടിയുള്ള ആക്രമണത്തിന് വെള്ളവും വളവുമാവുന്നതായിരുന്നു കേരള സ്റ്റോറിക്ക് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങൾ. പക്ഷേ വിദ്വേഷ ഉള്ളടക്കത്തിന്റെ പേരിൽ കുപ്രസിദ്ധി നേടിയ ചിത്രം ഒരു പോയിന്റിൽ പോലും മേക്കിങ്ങിലോ കഥാപാത്ര പരിചരണത്തിലോ സാങ്കേതിക മികവിലോ ശരാശരി നിലവാരം പോലും പുലർത്തിയിരുന്നില്ല എന്നത് മറക്കരുതാത്ത വസ്തുതയാണ്. വിദ്വേഷവും മതസ്പർദ്ധയും പരത്തുന്ന പ്രൊപ്പഗാൻഡ സിനിമകൾ സംഘപരിവാർ ഭരണകാലത്ത് ആഘോഷിക്കപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പനോരമയിൽ അവതരിപ്പിച്ച കശ്മീർ ഫയൽസ് ഉദാഹരണമാണ്. കേരളത്തിനെതിരെ വിദ്വേഷ ക്യാമ്പയിനിങ് നടത്താനുള്ള ആയുധമാണ് ചിലർക്ക് കേരള സ്റ്റോറി. പക്ഷേ തമിഴ്നാട്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ശ്രമങ്ങൾ വേണ്ട ഫലം കണ്ടിരുന്നില്ല. ഇവിടങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് തിയേറ്റർ ഉടമകൾ തന്നെ വിട്ടുനിന്നപ്പോൾ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ടാക്സ് ഫ്രീ ആയി സിനിമ കാണിച്ച് കേരളത്തെ ഭീകര സ്റ്റേറ്റ് എന്ന് വരുത്തി തീർക്കുകയായിരുന്നു. കേരളത്തിലോ രാജ്യത്തോ ലവ് ജിഹാദ് എന്നത് തെളിയിക്കപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടും NIA അടക്കമുള്ള ഒരു ദേശീയ അന്വേഷണ ഏജൻസിയും ലവ് ജിഹാദിന് സാക്ഷ്യപത്രം നൽകാതിരുന്നിട്ടും ഇത്തരം സിനിമകൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നിങ്ങനെയുള്ള വിചിത്ര പദങ്ങൾ മലയാളിയുടെ നിത്യജീവിതത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് ഭരണം കൂട്ടുനിൽക്കുന്നു. ഉദ്ദേശം മറ്റൊന്നുമല്ല, കീഴ്പ്പെടുത്തലാണ്. എത്ര വിതച്ചിട്ടും വേരുപിടിക്കാത്ത മണ്ണിൽ നിന്ന് വിളവ് കൊയ്യുക എന്നത് തന്നെയാണ്.